വെള്ളവും വെയിലും മാത്രം കൊടുത്താൽ 1.5 വർഷത്തിന്റെ ഉള്ളിൽ കായ്ക്കുന്ന ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും 100%. കണ്ടീഷനിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് 1500 രൂപക്കാണ്. ഇതിപ്പോൾ നമുക്കൊരു ഓഫർ എന്നുള്ള രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1250 രൂപക്ക് ഡെലിവറി അടക്കം കൊടുക്കാം. ഫ്രീ ഡെലിവറി കേരളത്തിനുള്ളിൽ നല്ലൊരു കിടിലൻ ഓഫറാണ് കൊടുക്കുക. എത്ര കൊടുക്കാം? 1500 വെറും 750 രൂപ കൊടുക്കും. 750 രൂപ. നമ്മുടെ സംഗീത അഗ്രോ ഫാമിലെ ഗംഗാ ബോണ്ടത്തിന്റെ തൈകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അപ്പൊ ഇത് മാത്രമല്ല, ഇതിന്റെ ചെറുതും വലുതുമായ തൈകള് ഇവിടെ ഉണ്ട് കേട്ടോ. മറ്റൊരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തൈ മുളപ്പിക്കുന്നത് മുതൽ ഈ സ്റ്റേജ് വരെ ആകുന്നത് വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടുകൊണ്ട് വാങ്ങലേക്കാ? തീർച്ചയായിട്ടും. നമ്മൾ മദർ പ്ലാന്റിൽ നിന്ന് വിത്ത് എടുത്തിട്ട് വിത്ത് ചെയ്യുന്നതാണ് ഇവിടെ. പാകിയതുണ്ട്, പാകാൻ വേണ്ടിയിട്ട് നമ്മൾ മുളപ്പിക്കാൻ വേണ്ടി കൊണ്ടിട്ട തേങ്ങ ഉണ്ട്, ഗംഗാ ബോണ്ടൻ. അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒറിജിനൽ പപ്പായ സേപ്പ് തേങ്ങ. അത് നമുക്ക് കാണിക്കാം, വീഡിയോയിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് തൈകൾ വാങ്ങാം. വീഡിയോയിലും കാണിക്കാം. ചെറിയ തൈകളാണ് അല്ലേ? ഇതിപ്പോ മുളപ്പിച്ചിട്ട് ഇപ്പൊ എത്ര ദിവസമായതാ? ഇതൊക്കെ നമുക്ക് ഏതാണ്ട് ഒരു മുളച്ചു വന്നിട്ട് 2-3 മാസമായതാണ്. ഏതാണ്ട് നല്ല കറക്റ്റ് തൈയാണ്. ഒരു 4 അടി ഹൈറ്റ് ഉണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പൊ ഈ തൈകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ദിവസം കൊണ്ട് റിസൾട്ടിലേക്ക് കിട്ടും? ഇതൊക്കെ കറക്റ്റ് 2.5 വർഷത്തിൽ ഇങ്ങോട്ടില്ല. അത് ഗ്രീൻ കളറിലാണ് ഗംഗാ ബോണ്ടം വരുന്നത്. ഇതൊക്കെ ഏതാണ്ട് ഒരു 2.5 വർഷം കൊണ്ട് നമുക്ക് കറക്റ്റ് 2.5 വർഷം കൊണ്ട് ചെറിയ രീതിയിലുള്ള ഒരു പരിപാലനം കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിപാലനത്തിലൊന്നും പ്രശ്നമല്ല. വെയിലും വെള്ളം മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. പരിപാലനമൊക്കെ സാധാരണ തെങ്ങ് വെക്കണ മാതിരി. മറ്റേ പരിപാലനം കൂട്ടി പറയുന്നത് എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്ത തൈകൾ കൊടുത്തിട്ട് നമ്മളെ ആളുകളെ നിങ്ങളെ നോട്ടം പോരാത്തോണ്ട കായ്ക്കാത്ത എന്ന് പറയുന്ന സാധാരണ നഴ്സറിക്കാരുടെ ഒരു ശൈലിയുണ്ട്. ആ ശൈലി അവർ സ്വയം തടി തപ്പാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ഗ്യാരണ്ടി കൊടുക്കാം. വെള്ളവും വെയിലും മാത്രം കൊടുത്താൽ 1.5 വർഷത്തിന്റെ ഉള്ളിൽ കായ്ക്കുന്ന ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും 100%. പക്ഷെ വല്ല മരത്തിന്റെ ഉള്ളിലും കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ കേൾക്കൂല കേട്ടോ. 10 വർഷമായാലും കേൾക്കൂല. അത് തെങ്ങ് കായ്ക്കൂല. അതായത് കുറച്ച് വെളിച്ചം 75% വെളിച്ചം കിട്ടുന്നുണ്ട്, ലൈറ്റ് കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാം. ഇത് D/T ഗംഗാ ബോണ്ടന്റെ ആ കവറിനകത്ത് നീ കണ്ട അതേ തേങ്ങ ആയിരിക്കും ഇതിനകത്തുണ്ട്. അതാണ് സെയിം വേരിയന്റ്. അത് നേരെ മറിച്ച് നമ്മളെ പല ആളുകളും നാടൻ തെങ്ങാണെങ്കിൽ പോലും ഇത് തിരിച്ചറിയാൻ പറ്റില്ല. ശരി, നമ്മളെ തേങ്ങ ഈ രണ്ടും നിങ്ങൾ പൊളിച്ചു നോക്കിക്കോളി. രണ്ടിലും ഒരു തേങ്ങയായിരിക്കും, കളറിൽ ഡിഫറൻറ്റ് ഉണ്ടാവും. പോളിനേഷൻ ആയ സെയിന്റെ കളറിന് വ്യത്യാസം കണ്ടില്ലേ? അത് മാത്രമേ ഉണ്ടാവും. തേങ്ങ രണ്ടും നീ ഉരിച്ചു നോക്കിയ ഒരേ തേങ്ങ ഉണ്ടാവുക. പക്ഷെ എന്നാൽ ഈ തേങ്ങ കായ്ക്കുന്ന സമയത്ത് ഇതുപോലെയല്ല ഉണ്ടാവുക. നാടൻ തേങ്ങനേക്കാൾ ക്വാളിറ്റി ഉണ്ടാവും. ക്വാളിറ്റി കൂടുതലാണ് വരിക. ആ നാടൻ തേങ്ങനേക്കാൾ ക്വാളിറ്റി ഉണ്ടാവും. അപ്പൊ റേറ്റിൽ പിന്നെ 3 കൊല്ലം 3.5 കൊല്ലം കൊണ്ട് കായ്ക്കും. നാടൻ തെങ്ങ് 4-5 കൊല്ലം വേണ്ടേ? അതിന് പകരം നേരത്തെ കായ്ക്കും. ക്വാളിറ്റി നാടനിൽ കൂടുതലുണ്ടാവും. നന്നായിട്ട് കൊല നിറച്ച് കായ്ക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിനകത്ത്. D/T. അപ്പൊ നമ്മുടെ ഈ ഒരു ഗംഗാബോണ്ടം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അതൊരു 2 വർഷമാണ് പറഞ്ഞത്. അത് 2 to 2.5 വർഷം. 2.5 വർഷം. ഇത് 3 to 3.5 വർഷം. 1 വർഷം കൂടുതൽ. 1 വർഷം വരില്ല. പക്ഷെ നമ്മൾ കൂടുതൽ 3 to 3.5. അതായത് 3 to എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഒരു 6 മാസമൊക്കെ അതിലേറെ കൂടുതലാകുമ്പോൾ തന്നെ നമുക്ക് കാഴ്ച തുടങ്ങും. ഓക്കെ ഓക്കെ ഓക്കെ. ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്, അതേപോലെ ക്വാളിറ്റിയിലും. അതെ. ഇത് മലേഷ്യൻ ഗ്രീൻ എന്ന് പറഞ്ഞ തെങ്ങ് തൈയാണ്. ഇത് പിന്നെ കുള്ളൻ വെറൈറ്റിയാണ്. കുള്ളൻ വെറൈറ്റിയാണ്. നമുക്ക് തേങ്ങ നല്ല റൗണ്ടായിട്ട് നാടൻ തേങ്ങനെ പോലെയാണ് വരുന്നത്. ഉള്ളിൽ കാമ്പിന്റെ കനത്തിൽ എന്തായാലും നാടനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. വീട്ടിൽ വെക്കാനൊക്കെ പറ്റിയതാണ്. ഈ തൈയൊക്കെ ഇപ്പൊ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കായ്ക്ക് എത്ര സമയം? ഇനി 2.5 വർഷം. 2.5 വർഷം എടുക്കും അല്ലേ? 2.5 വർഷം കൊണ്ട് കായ്ക്കും. നമുക്ക് ഇത്രയും വലിയ തൈകൾ നമുക്ക് സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കാം. 21 കവറിൽ സെറ്റ് ചെയ്ത ഇനങ്ങളാണ് നമ്മളിത്. അത്യാവശ്യം നല്ല സൈസ്, ഒരു 10 അടിക്ക് മുകളിലായിട്ടുണ്ട്. 10 അടിക്ക് മുകളിലായിട്ടുള്ള ഇനിയിപ്പോൾ 12 അടി 13 അടിയൊക്കെ ആയിട്ടുള്ളത് ഉണ്ടാവും. പക്ഷേ 10 അടിയൊക്കെ ഉള്ളതാണ് നല്ല ഭംഗി ഉണ്ടാവുക. ചെടി തൈ ഭംഗി ഉണ്ടാവും. അല്ലാതെ ലീഫ് നീളാതെ അതിൻ്റെ ഉള്ളിൽ കണ്ട് മൊത്തത്തിൽ ഇഷ്ടമൊക്കെ നമ്മളത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഞങ്ങളിവിടെ നിർമ്മിക്കുന്നതാണ്. അതായത് നമ്മൾ തേങ്ങ കൊടുത്തിട്ട് ഇവിടെ വിത്ത് തേങ്ങ കൊടുത്തിട്ട് നമ്മൾ വെക്കുന്നതാണ്. അല്ലാതെ നമ്മൾ തൈകൾ വാങ്ങുന്ന പരിപാടി നമുക്കില്ല ഇവിടെ. അപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് 1500 രൂപക്കാണ്. ഇതിപ്പോൾ നമുക്കൊരു ഓഫർ എന്നുള്ള രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1250 രൂപക്ക് ഡെലിവറി അടക്കം കൊടുക്കാം. ഫ്രീ ഡെലിവറി കേരളത്തിനുള്ളിൽ. പക്ഷേ കേരളത്തിൽ ഒരു തൈ ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒന്ന് എടുത്താൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിൽ കൊടുക്കാൻ കഴിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഹൈവേ റൂട്ടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നാണെങ്കിലും നമുക്ക്. ഇത് നമ്മുടെ മലേഷ്യൻ ഗ്രീൻ തന്നെയാണ്. അതെ. അപ്പോൾ ഇതിനൊക്കെ പ്രൈസ് എങ്ങനെയാണ്? ചെറുത് ഇതും നമ്മളിവിടെ ഉണ്ടാക്കിയത് തന്നെയാണ്. ഇത് നമുക്ക് ചെറിയ കവറിലാണ്. അപ്പോൾ അതിൻ്റെ തേങ്ങ ഉണ്ടല്ലോ, കവർ നിറഞ്ഞ് നിൽക്കുന്ന അങ്ങനത്തെ സൈസ് നല്ല വലിയ തേങ്ങകളാണ് ഉണ്ടാവുക. ഇതിനെ നമുക്ക് 500 രൂപക്ക് കൊടുക്കാം. അപ്പോൾ 500 രൂപ കൊടുക്കാം. ഇതും എത്ര ഹൈറ്റ് ഇട്ട് നോക്കാം. എത്ര
കണ്ടോ എത്ര ഹൈറ്റ് ഉണ്ടോക്ക. ആ ടൈപ്പ് കിളിയോല വന്ന നല്ല തൈകളാണ്. ഇതിനെ നമുക്കൊരു 500 രൂപക്ക് കൊടുക്കാം കേട്ടോ. ഇത് മലേഷ്യൻ യെല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല യെല്ലോ കളർ. ഇതിന്റെ പട്ടൊക്കെ ഉണ്ട്. ഈ കളർ തന്നെയാണ് തേങ്ങ വരിക. ഒരു ഗോൾഡൻ കളർ. അതെ, നല്ല ഓർണമെന്റൽ. ഇത് നമ്മളടുത്ത് പീസ് 100 കണക്കിനുണ്ട്. ഓക്കെ, നമുക്കൊരു സ്പെഷ്യൽ ഓഫറിൽ ഇട്ടാണ് കൊടുത്തു. ഇത് 1500 രൂപക്കാണ് നമ്മളിപ്പോൾ വിൽക്കുന്നത്. അത് നമ്മുടെ അടുത്ത് കുറച്ച് നല്ല സ്റ്റോക്ക് ഉണ്ടാവുകൊണ്ട് നമുക്കൊന്ന് സ്റ്റോക്ക് തീർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ, നമുക്ക് ഒരു ഓഫർ, നല്ലൊരു കിടിലൻ ഓഫറാണ് കൊടുക്കുക. എത്ര കൊടുക്കാം? ഒരു 1500 വെറും 750 രൂപ കൊടുക്കും. 750 രൂപ. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ എനിക്ക് ഇത് കുറേ സാധനം എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് സ്ഥലം അത്യാവശ്യമായിട്ട് കാലിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് വെറും 750 രൂപ, അത് 21 കവറിൽ നഴ്സറി ഹോൾസെയിൽ കൊടുക്കുന്ന പ്രൈസിനകത്ത് നമ്മളങ്ങോട്ട് ഒരെണ്ണം റീറ്റെയിലാണ് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഓഫർ നമുക്ക് എത്ര ദിവസം സ്റ്റോക്ക്? നമുക്ക് ഒരു 10-15 ദിവസം നമുക്ക് ഓടിക്കാം. 15 ദിവസം വീഡിയോ വന്നിട്ട് ഒരു 15 ദിവസം കൊടുക്കാം. വീഡിയോ വന്നിട്ട് 15 ദിവസം കൊടുക്കാം. ഇത് നമ്മുടെ യെല്ലോന്റെ തന്നെ അതേ യെല്ലോന്റെ ചെറിയ തെങ്ങ് നമ്മൾ 500 രൂപക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. 250 രൂപ. 250 രൂപ. ആ, ഒരേ ഓഫർ 250. ഇതൊക്കെ വലിയ തൈയാണ് കേട്ടോ. മുരടായ പട്ട വന്ന തൈകളാണ്. അത് കാണിക്കണം. അത് ചെറിയ തൈയല്ല. D&T നേരത്തെ കാണിച്ചതിന്റെ അതിന്റെ കുറച്ചും കൂടെ വലിയ തൈ. ഇനി ഇതിന്റെയൊക്കെ വലിയ തൈകൾ കാണിക്കാണ്ട് നമുക്ക് കാണിച്ചു തരാം. D&Tന്റെ നമുക്ക് കുറച്ചും കൂടെ വലിയ തൈ. അടിപൊളി അവക്കാഡോ തൈകളല്ലേ? ഇത് ഏതാ വെറൈറ്റി തന്നെ? ഇസ്രായേലി വെറൈറ്റിയാണ്. ഞാനിത് കാഴ്ച മരം കണ്ടിട്ട്, അതായത് നമ്മളെ പാലയിൽ കാഴ്ചതാണ്, കോട്ടയത്ത്. ആ ഒരു മരം ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സിൻ്റെ അടുത്ത് അവർ കൊണ്ടുവച്ചതാണ്. നിറച്ച് അത് ഇല കാണാതെ കായ്ക്കുക. അത്ര റിസൾട്ട്. ഇല കാണാതെ കായ്ക്കുക. ഇതിൻ്റെ വീഡിയോ ഉണ്ട് നമ്മളടുത്ത്. ഓക്കെ, ഇല കാണാതെ കായ്ക്കുന്ന മരമാണ്. അപ്പോൾ ഇത് നമ്മളെന്നിട്ട് ആ മരം വിലക്കെടുത്തിട്ട് ഞങ്ങൾ ചെയ്തതാണിത്. നമ്മുടെ ഒരു സുഹൃത്തും ഞാനും കൂടെ. അപ്പോൾ ഇതിൻ്റെ ചെറുതൈകളും വേണമെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ? അതെ, ചെറുതൈകളുണ്ട്. ഇതാണ് അതിൻ്റെ ചെറുതൈ. ഇതാ നല്ല അത്യാവശ്യം ചെറുത് തന്നെ, നല്ല സൈസുള്ള തൈകൾ തന്നെ, നല്ല കേട് തീർന്ന തൈകൾ തന്നെയാണ് നമുക്ക് കൊടുക്കുന്നത്. അത് പെട്ടെന്ന് കായ്ക്കും. 3 വർഷം കൊണ്ട് കായ്ക്കും. നല്ല റിസൾട്ട് ഉള്ളതാണ്. ഇല കാണാതെ ഞാൻ കണ്ടതാണ്. റിസൾട്ട് ഷുവർ ആണ്. ഇല കാണാതെ കായ്ക്കുന്ന തൈയാണ്. നമുക്ക് നേരത്തെ കിട്ടും. ഭയങ്കര സൈസ് അല്ല, മീഡിയം സൈസ്. അതാണ് കൂടുതൽ കായ്ക്കുന്നത്. മീഡിയം സൈസാണ്. മീഡിയം സൈസ് കായാണ്. നല്ല നമ്മുടെ കടയിലൊക്കെ വരുന്ന നീളത്തിലുള്ള കായാണ്. നല്ല ഭംഗിയുള്ളതാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അവർ ടേസ്റ്റ് ഞാൻ ചെയ്തിട്ടില്ല, അവർ പറഞ്ഞതാണ്. പക്ഷേ കായ നല്ല നിറച്ച് കായ്ക്കണേ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ജാതിൻ്റെ അടിപൊളി തൈകൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇക്കത്തേത് വെറൈറ്റി തന്നെ? ഇത് നമുക്ക് പിന്നെ ഒരു നാടൻ വെറൈറ്റിയാണ്. നല്ലതാണ്. നമുക്ക് കുറേ കാലങ്ങളിൽ 10-14 കൊല്ലമായിട്ട് നമ്മളിതിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ നല്ല റിസൾട്ട് ഉള്ളതാണ് കർഷകർ കൊണ്ടായിട്ട്. 2 വർഷം കൊണ്ട് 2 വർഷം കൊണ്ടൊക്കെ തന്നെ കായ്ച്ചു എന്ന് പറഞ്ഞിട്ട് തോട്ടം സെറ്റ് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിനി നമ്മുടെ അടുത്ത് കിണറ്റിങ്കരി ഉണ്ട്. അതും നമ്മളിവിടെ ചെയ്യുന്നതാണ്. കിണറ്റിങ്കര ജാതിയും നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ചെറുതൈകളും വലിയ തൈകളും നമ്മുടെ ഇതിൻ്റെ നമുക്കിപ്പോൾ ഓൾറെഡി ഫ്രൂട്ടഡ് ആയ തൈകൾ ഇപ്പോൾ ഫ്രൂട്ട് കഴിഞ്ഞു, നിറയെ തൈകൾ. അതുകൊണ്ട് നമ്മൾ അത്ര ഗ്യാരണ്ടി ആയിരിക്കും. കവറിൽ ഒരുപാട് കായ്പിച്ച തൈകളാണിത്. അപ്പോൾ ഇനി വലിയൊരു പീസ് ഇവിടെ നോക്ക്. ഇതേപോലെ കായുള്ള പ്ലാന്റുകളും ഉണ്ടല്ലോ ഇവിടെ. ഈ കായുള്ള ഇനിയിപ്പോൾ ചെറിയ തൈകൾ ഇതിപ്പോൾ കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ. പുറത്ത് വന്ന് നോക്കും. ഇതൊക്കെ ഒരു മോഹവിലക്കേ കൊടുക്കാൻ പറ്റും. എത്ര അടി വണ്ണുണ്ട്, എന്തൊക്കെ ഒരു ചട്ടിയിലായിരിക്കണം. അതിൻ്റെ സൈസ് ഒന്ന് നോക്ക്. ഇതിപ്പോൾ ഇങ്ങനെ അതിൽ വെള്ളമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇല കമ്മി. നിറയെ കായ ഉണ്ടായിരുന്നു. 2-3 പ്രാവശ്യം കായ്ക്കും. കണ്ടത് അത് എത്ര വലിപ്പം ഉണ്ടാവും? ഇപ്പോൾ ഒരു 20 അടിക്ക് 20 അടി ഏതായാലും ഇല്ലേ? അതിന്റെ മുകളിലേക്ക് ഉണ്ടെങ്കിലുള്ളൂ. പിന്നെ വണ്ണം 2 കൈ കൊണ്ട് പിടിക്കേണ്ടി വരും. അടിപൊളി. ഇതിപ്പോ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ വേറെ അടിക്ക് പോയിട്ടോ? അത് പറയാൻ പറ്റില്ല. വേറെ പോകാൻ സാധ്യത കുറവാണ്. അടിയിൽ ഡ്രമ്മാവുകൊണ്ടേ ചെറുപേരൊക്കെ പോയിട്ടുണ്ടാവും. നമുക്ക് അത്യാവശ്യം ഒരു മോഹവില തന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കല്ലേ? മാംഗോസ്റ്റിൻ അടിപൊളി മദർ പ്ലാന്റ് ആണല്ലോ നമ്മളത്. അതെ. ഇതിപ്പോൾ നമ്മളൊരു 10 വർഷമായി വെച്ചിട്ട് ഏതാണ്ട്. പക്ഷേ ഇതൊക്കെ നന്നായിട്ടൊരു വീട്ടിൽ വെക്കേണ്ടതാണ്. എത്ര കായ നോക്കാത്. നമ്മളൊന്നും അങ്ങനെ പരിചരിക്കാൻ കഴിയില്ല. ഇവിടെയൊക്കെ ഈ ജോലിക്കാർ ചെയ്യുന്നതല്ലേ. ശരിക്കും ഒരു വീട്ടിലൊക്കെ ഒരു മരം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതുമ്പോൾ ഒരു 1000 കായലുണ്ടാവും. ഏത് ഭാഗത്താ കായ ഇല്ലാത്ത? ഓരോ ഇലക്കും കായുണ്ട്. 2-3 വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ചാടി പോയതാണ്. തൈകൾ നമ്മളെടുത്തുണ്ട്. ഇപ്പോൾ ഏതാണ്ട് അടുത്ത വർഷം കായ്ക്കണ തൈ വരെ ഉണ്ട്. അടുത്ത വർഷം കായ ഉണ്ടാകാൻ പറ്റുന്ന തൈ മുതൽ അതിന്റെ ചെറുതും ഒക്കെ നമ്മളെ കയ്യിലുണ്ട്. കായോട് കൂടിയിട്ടുണ്ടായിരുന്നില്ല. ഫ്രൂട്ട് ഉള്ള സൈസ് കഴിഞ്ഞു. ഇനി അടുത്ത വർഷം ഫ്രൂട്ട് ഉണ്ടാക്കാൻ പറ്റിയതുണ്ട്. നമുക്ക് ഇതിന്റെ ഫ്രൂട്ട് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം, ഒന്ന് എടുക്കാം. അവിടെ പഴുത്തത് കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് എടുക്കാം. റെഡി ആണല്ലേ? പറിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടം പോലെയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഇനി അടുത്തത് കൈ എത്തുന്ന ദൂരത്ത് തന്നെ ഉണ്ടല്ലേ. ഇതൊക്കെയാണ് വീട്ടിൽ വെച്ചാലുള്ള ഗുണതണ്ട. ഇങ്ങനെ പൊട്ടിച്ച് എടുക്കാം. ഇനി ഇവിടെയൊക്കെ ഇപ്പൊ പഴുത്ത് തുടങ്ങി. ഇനി നമുക്ക് ഇപ്പൊ ഇറക്കണ്ട. അതാണ് ഇതൊക്കെ ഒന്നും കൂടി മൂക്കണതാണ്. ഇവിടെ നിറയെ കായകളുണ്ട്. ഇവിടെ ഉണ്ട്. ഓരോ ഇലക്കമ്പിലും ഓരോ ലീഫിനും കായ ഉണ്ടാവും. ഓരോ ലീഫിനും കായ ഉണ്ട്. എത്ര കായ നമ്മൾ 3 ഇപ്പൊ പറിച്ചു. ഇനി ഇതാ ഇഷ്ടം പോലെ സൂം ചെയ്തൊക്കെ നിറച്ച് സാധനം ഉണ്ടാവും.
നീ ഏത് ഭാഗത്ത് നോക്കാം, നീ ഈ ഭാഗത്തേക്ക് വന്ന് നോക്കാം. ആ ഭാഗത്ത് മാത്രമല്ല, ഇവിടെ വരുമ്പോൾ എനിക്ക് ഇവിടുത്തെ കാണുള്ളൂ. ഇങ്ങോട്ട് നോക്കാം, ഒക്കെ നിറയെ പഴുത്തു. അപ്പോൾ അറക്കാനായിപ്പോ നമ്മള് കണ്ടേ, ഈ ഭാഗത്തൊക്കെ പഴുത്ത് എല്ലാ ഭാഗത്തും ഇഷ്ടം പോലെ കേട്ടോ പഴുത്ത് കിടക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇലേന്റെ ഉള്ളിൽ നിന്റെ തലന്റെ മുകളിലൊക്കെ എല്ലിന്റെ ഉള്ളിലാണ് ഇത് ഉണ്ടാവുക. അതുകൊണ്ട് ഈ ഒറ്റ വ്യൂ തന്നെ മനസ്സിലാക്കാത്തിൽ എത്രത്തോളം ഉണ്ട്. അടിയിൽ പോയാലേ ഇത് കാണുള്ളൂ. 1000 കായ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഇത്രയും ഗുണനിലവാരം കിട്ടുന്ന അത് തീർച്ചയായിട്ടും അടുത്ത കൊല്ലം കായ്ക്കുന്ന മരങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. പിന്നെ അത് നല്ല സൈസ് വരുന്ന പഴമാണ്. അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. പഴം സൈസ് ഇല്ലേ, സൈസ് ഉണ്ട്. നമ്മൾ കടയിൽ കാണുന്നതിലേറെ സൈസ് ഇല്ലത് അത് ഒരു 10 കായൊക്കെ സുഖമായിട്ട്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ അത്യാവശ്യം സ്ഥലം ഉണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രൂട്ടും കൂടിയാണ്. അതെ അതെ, വീട്ടിൽ നമുക്ക് സുഖമായിട്ട് ഒരു വീട്ടിൽ വേണ്ട ഒരു ചെടി തന്നെയാണ് കേട്ടോ. പിന്നെ ഏത് വീട്ടിലും നമുക്ക് കുറച്ച് തണലൊക്കെ ഉള്ള സ്ഥലം ഉണ്ടാവുമല്ലോ, വെയിലില്ലാത്ത ആ ഭാഗത്തേക്ക് പറ്റിയ മുതലാണ്. തീർച്ചയായിട്ടും വെക്കാം. ചെറുതും വലുതുമായ തൈകളൂടെ അവൈലബിൾ ആണ്. ഇത് ഇമാം ബസന്ത്. ഇമാം ബസന്ത് നല്ലൊരു വെറൈറ്റി ആണല്ലോ നമ്മളെ. അതെ, നല്ല വെറൈറ്റിയാണ് ഇമാം ബസന്ത്. പൊതുവെ നല്ല അഭിപ്രായമുള്ളതാണ്. അത്യാവശ്യം ഇതൊക്കെ നമുക്ക് വെങ്ങനാപ്പള്ളിയാണ് കേട്ടോ. വെങ്ങനാപ്പള്ളി ഉണ്ട്, അത് രണ്ടും ഉണ്ട് അതിനകത്ത്. ഈ വലിയ പ്ലാന്റുകളൊക്കെ നമ്മൾ എങ്ങനെ കൊടുക്കണേ? ഇതൊക്കെ നമുക്ക് ഒരു 1000 റുപ്പീസിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, ഏതാണ്ട് ഒരു 2 ഹൈറ്റിലുണ്ടാവും. ഇത് നീലനും സിന്ദൂരും ഒക്കെ അതിനകത്തുണ്ട്. ഇതിൽ നമുക്ക് നാടൻ വെറൈറ്റികൾ നമുക്ക് ഒരു 8-10ഓളം വെറൈറ്റികൾ ഇതേ ബാച്ചിലുണ്ട് നമ്മുടെ കയ്യിൽ. ഈ ബാച്ചിനൊക്കെ സെയിം ആയിരുന്നു. ഈ ബാച്ചൊക്കെ നമ്മൾ 1000-നാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് 1000 റുപ്പീസിന് ഡെലിവറി കൊടുക്കാം, ഫ്രീ ഡെലിവറി കൊടുക്കാം. ഒരു ഓഫറായിട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഡെലിവറി ചാർജിലാണ്. ഡെലിവറി ഫ്രീ ആക്കി കൊടുക്കാം. ഓക്കെ, ലിമിറ്റഡ് സമയം ഒരു 15 ദിവസം കൊടുത്തു നമുക്ക് ഇത് വീട്ടിൽ നമുക്ക് ഡെലിവറി കൊടുക്കാം. അതെ, പക്ഷേ ഒരു മാവ് വാങ്ങിയിട്ട് നമുക്ക് ഒരു ഏതെങ്കിലും ദൂരെയാണെങ്കിൽ നമുക്ക് ചെയ്ത് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റിയ സ്ഥലത്താണെങ്കിൽ കേട്ടോ. NH ഡെലിവറി അല്ലേ? NH ഡെലിവറിക്ക് വേണ്ടി നമ്മൾ കച്ചറ ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ഏകദേശം നമ്മൾ പറയുന്നത് അതാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് അവിടെ ആ ഭാഗത്തേക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തായാലും ഇവിടെ വന്ന ആൾക്കൊന്നും സംശയിക്കേണ്ട, നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാം. അല്ലാത്ത ആളുകൾക്കും നമുക്ക് ഒന്നിലധികം പീസ്, കാരണം ഞങ്ങൾ ചെറിയ 1000 രൂപേൻ്റെ ഓർഡർ അങ്ങനെ തരിച്ച് നമ്മൾ എടുക്കലില്ല. വിയറ്റ്നാമേറിലല്ലേ? അതെ അതെ, ഈ ഒരു ബാച്ചാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത്. ഇത് ബാച്ച് ഇതൊക്കെ 100 കണക്കിനുണ്ട്. ഇതൊക്കെ നമ്മൾ ബെഡ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ തന്നെ ഓൺ പ്രൊഡക്ഷൻ ആണല്ലേ? ഓൺ പ്രൊഡക്ഷൻ. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ J33 തൊട്ടിപ്പുറത്ത് സിദ്ധു വരിക്ക ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ മാംഗോസ്റ്റിൻ ഇതിപ്പോ നമ്മൾ തന്നെയല്ലേ ചെയ്തത്? അതെ അതെ. ഇതൊക്കെ ഇപ്പൊ എത്ര വർഷം പഴക്കമുള്ള? ഇതിപ്പോ ഒരു 3-ാം വർഷമായി. കാരണം എത്ര തട്ടായി? 1 2 3 4 5 6 തട്ട്. 6 തട്ടുള്ള അതിൽ 7 തട്ടുണ്ടാവുകൊണ്ട് 6 തട്ടുണ്ടാവുകളൊക്കെ ഒക്കെ മരമായി. ഇതൊരു നല്ല ഉറപ്പ് കിട്ടണ ഇതാണ്. അപ്പോൾ നമ്മൾ വളർത്ത ബലമുള്ള കൈകളാണ്. നല്ല അതായത് നമ്മൾ വല്ലാതെ നെറ്റിൻ്റെ ഉള്ളിൽ, ഗ്രീൻ നെറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് ഉണ്ടാവും. പക്ഷേ അപ്പോൾ മരം ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിക്കൊണ്ട് ഇപ്പം ഞാൻ ഈ കാണിച്ച ബലം ഉണ്ടാവില്ല, ബലം കിട്ടില്ല. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ തൊട്ടടുത്ത് ചാമ്പയാണ്. ഇത് ചാമ്പ നമ്മളെ തായ്ലൻഡ് റെഡ് എന്നാണ് ഞങ്ങളിവിടെ പറയാറ്. പക്ഷേ ഇതാ നമ്മുടെ എന്താണ് ഉമ്മർ ചാമ്പ എന്ന് പറയുന്ന വെറൈറ്റീസ് ആണ്. ഇത് ഞങ്ങളെ മദർ പ്ലാന്റിൽ ഉണ്ടാക്കുന്നത്. നല്ല സ്വീറ്റിയാണ്, നല്ല ഫ്രൂട്ടാണ്. സീഡ്ലെസ് ആണ്, അടിപൊളി, ഒന്നും സംശയിക്കണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ ഉമ്മർ ചാമ്പന്റെ അതിന്റെ ചെറുത്, അതിന്റെ ഒന്നും കൂടെ ചെറിയ പ്ലാന്റ്. അപ്പൊ ഈ തൈകളൊക്കെ എങ്ങനെയാ നമ്മൾ കൊടുക്കണേ? 500 രൂപ, മറ്റേതാണെന്നുണ്ടെങ്കിൽ 1000. അപ്പൊ നമ്മുടെ ഡൽഹേരി ചാമ്പ കേട്ടോ, നല്ല അടിപൊളി ഫ്രൂട്ടോട് കൂടെയുള്ള പ്ലാന്റുകൾ നമ്മുടെ തങ്കയത്ത് അഗ്രോ ഫാമിൽ, ചെറുതൊന്നല്ല കേട്ടോ, വലിയ പ്ലാന്റുകൾ തന്നെ ഇവിടെ സെയിലിന് തയ്യാറായിട്ടുണ്ട്. ഇതിന്റെ ചെറുതുണ്ട് കേട്ടോ. ഇതിന്റെ ചെറുതും ഇല്ലേ? ഇതിന്റെ 2 സ്റ്റെപ്പും കൂടി ഉണ്ട്. ഓക്കെ. അപ്പുറത്തൊക്കെ ഫ്രൂട്ട് ഉണ്ട്, നല്ല വലിപ്പം വരുന്നുണ്ട്. ഭാഗത്തൊക്കെ ഫ്രൂട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെ നമുക്ക് ഈ പ്ലാന്റ് കൊടുക്കാം? രാവിലെ നീ വന്നപ്പോ അവിടുന്ന് ഒരാൾ എടുത്തിട്ട് പോയി വന്നു. ഇതൊക്കെ എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? 1500 കൊടുക്കാം അല്ലേ? അതൊക്കെ